Hi everyone, welcome back to my channel. If you are new to my channel, hi, my name is Arya. ഞാൻ ബ്യൂട്ടി ആൻഡ് ഫാഷൻ റിലേറ്റഡ് കോണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ഫെസ്റ്റീവ് ഗ്ലാം മേക്കപ്പ് ലുക്ക് ആണ്. ഇത് വളരെ സട്ടിൽ ആണ് ആൻഡ് അറ്റ് ദി സെയിം ടൈം നല്ലൊരു കവറേജും ഗ്ലോയും ഇത് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ഡേ ടൈം ഫംഗ്ഷൻ, നൈറ്റ് ടൈം ഫംഗ്ഷനിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഈസി മേക്കപ്പ് ലുക്ക് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ദി വീഡിയോ. The first step is skin care. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ടോണർ ആണ്. ഇത് പ്ലമ്മിൻ്റെ റോസ് വാട്ടർ ടോണർ ആണ്. ഇത് നമ്മളുടെ സ്കിന്നിനെ കുറച്ചും കൂടി ഒന്ന് ഫ്രഷൻ അപ്പ് ആകാനും പോർസിനെയൊക്കെ ടൈറ്റൻ ചെയ്യാനും നല്ലതാണ്. നിങ്ങൾക്കിവിടെ ഏതൊരു ടോണർ ആണെങ്കിലും യൂസ് ചെയ്യാം. അടുത്തത് ഞാൻ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ലിപ്സ് വളരെ ഡ്രൈ ആണ്. അപ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളും ലിപ്പ് നന്നായിട്ടൊന്ന് പ്രെപ്പ് ചെയ്യുക. Next, I am using L'Oreal Hyaluronic Acid Serum. It gives instant hydration and makes my skin soft and glowing. ഇത് നമ്മളുടെ മേക്കപ്പ് നല്ല സ്മൂത്ത് ആയി ബ്ലെൻഡ് ആവാനായിട്ടും നമ്മളുടെ മേക്കപ്പ് ഡ്രൈയോ പാച്ചി ആവാതിരിക്കാനും പിന്നെ നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് തരാനും ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്കൊരു ഡ്രൈ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് റെഡ്യൂസസ് ഫൈൻ ലൈൻസ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് റീക്വലിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഒട്ടും ഗ്രീസി ആവില്ല, ഹെവി ആയിട്ടൊന്നും തോന്നില്ല. ഇത് ഒന്ന് മസാജ് ചെയ്തിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളുടെ സ്കിന്നിൽ അബ്സോർബ് ആവും ആൻഡ് മേക്കപ്പ് ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ടും നല്ല ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് സൺസ്ക്രീനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കിയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ആണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നമ്മളുടെ സ്കിന്നിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഇതൊട്ടും വൈറ്റ് കാസ്റ്റ് തരില്ല ആൻഡ് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഹെവി ആയിട്ടോ ഗ്രീസി ആയിട്ടോ ഒന്നും തോന്നില്ല. ബിക്കോസ് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് നമ്മളുടെ സ്കിന്നിലേക്ക് അങ്ങ് മെൽറ്റ് ആവും ആൻഡ് ഇതൊരു നമുക്കൊരു സട്ടിൽ ഗ്ലോയും പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞു. ലെറ്റ്സ് മൂവ് ഓൺ ടു മേക്കപ്പ്. അതിനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് പ്രൈമർ ആണ്. ദിസ് ഇസ് ഫ്രം നൈക്ക കോസ്മെറ്റിക്സ്. അവരുടെ പ്രെപ്മിയ പ്രൈമർ ആണ്. ഇതൊരു സിലിക്കൺ ബേസ്ഡ് പ്രൈമർ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊരു സിലിക്കൺ ബേസ്ഡ് പ്രൈമർ യൂസ് ചെയ്യുക. ബിക്കോസ് ഇത് നമ്മളുടെ പോർസിനെയൊക്കെ ബ്ലർ ഔട്ട് ചെയ്യാനായിട്ടും ഒരു സ്മൂത്ത് ബേസ് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാനും നല്ല പ്രൊഡക്റ്റ് ആണ്. മെയിൻലി ഫോക്കസ് ഓൺ ടീ സോൺ ഏരിയ. നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഡ്യൂയി ഹൈഡ്രേറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടി റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമർ ആണ്. ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പ് ആണ്. നിങ്ങൾക്കിത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. ഇതൊരു 3-in-1 പ്രൊഡക്റ്റ് ആണ്. ദിസ് ഹാസ് മോയ്സ്ചറൈസർ, ഹൈലൈറ്റർ ആൻഡ് പ്രൈമർ. നിങ്ങൾക്കിത് പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ പോർസിനെയൊക്കെ ബ്ലർ ഔട്ട് ചെയ്യും ആൻഡ് നിങ്ങൾക്കിത് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം ആ ഒരു ഡ്യൂയി ലുക്കൊക്കെ കിട്ടാനായിട്ട്. പിന്നെ ലിക്വിഡ് ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഹൈ പോയിന്റ്സിൽ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു ഗ്ലോയി ലുക്ക് നമ്മൾക്കിത് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് കളർ കറക്റ്റിംഗ് ആണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ കവർ ആൻഡ് ഹൈഡ് കൺസീലർ ആണ്. ഇത് എൻ്റെ ഷെയ്ഡിനെക്കാട്ടിലും 2-3 ഷെയ്ഡ് ഡാർക്കർ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ പിഗ്മെന്റേഷൻ, ഡാർക്ക് സർക്കിൾസ്, ബ്ലെമിഷസിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കളർ കറക്റ്റിംഗ് മസ്റ്റായിട്ടും ചെയ്യണം. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് നമ്മൾ പിന്നെ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡാർക്ക്നെസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ ഫൗണ്ടേഷൻ ആഷി ആയിരിക്കും. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ബ്ലെമിഷസും ഡാർക്ക്നെസ് ഒക്കെ ഉള്ളത് അവിടെയൊക്കെ നിങ്ങൾ ഈ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കളർ കറക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ അൺഈവൻ സ്കിൻ ഒന്ന് ഈവൻ ടോൺ ആവും. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ലാക്മി 9to5 പ്രൈമർ പ്ലസ് മാറ്റ് ഫൗണ്ടേഷൻ ആണ്. ഇതിൽ ഓൾറെഡി പ്രൈമർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു സ്മൂത്ത് ഈവൻ ഫിനിഷ് തരും. ഈ ഫൗണ്ടേഷൻ നല്ല മീഡിയം ടു ഫുൾ കവറേജ് തരും. അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഫൗണ്ടേഷൻ ഡയറക്റ്റ്ലി ഫേസിൽ അപ്ലൈ ചെയ്യാതെ ആദ്യം കുറച്ച് നിങ്ങളുടെ ബാക്ക് ഓഫ് യുവർ ഹാൻഡിൽ എടുത്തിട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ഡാം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടും.
ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മളുടെ ഫേസിലെ ഓയിലിനെയൊക്കെ കൺട്രോൾ ചെയ്യുകയും പിന്നെ നമ്മളുടെ ഫൗണ്ടേഷൻ ഇത് കേക്കി ആക്കില്ല. ആൻഡ് ഓൾസോ ഇറ്റ് ഗിവ്സ് എ സോഫ്റ്റ് മാറ്റ് ഫിനിഷ് വിത്ത് എ ഹെൽത്തി ഗ്ലോ. നിങ്ങൾ ഫൗണ്ടേഷൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ബ്ലെൻഡറിൽ വരുന്ന എക്സ്ട്രാ നിങ്ങളുടെ നെക്കിലും ഇയേഴ്സിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഈവൻ ടോൺ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ നെക്കിന്റെ ഷെയ്ഡ് ഡിഫറെന്റ് ആൻഡ് ഫേസിന്റെ ഷെയ്ഡ് ഡിഫറെന്റ് ആയിട്ട് തോന്നും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ആണ്. ദിസ് ഇസ് 1 ഷെയ്ഡ് ലൈറ്റർ ദാൻ മൈ സ്കിൻ ടോൺ. ഞാൻ ഈ കൺസീലർ യൂസ് ചെയ്യുന്നത് എൻ്റെ അണ്ടർ ഐസിനെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ടും എൻ്റെ ഫേസിലെ ഹൈ പോയിന്റ്സിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഈ കൺസീലർ ഞാൻ എൻ്റെ അണ്ടർ ഐസിലും നോസിന്റെ ബ്രിഡ്ജ് ഏരിയാസിലും ഫോർഹെഡിലും പിന്നെ മൗത്ത് ഏരിയയിലാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഫ്രഷ് ലുക്ക് തരാനായിട്ട് പിന്നെ നമ്മളുടെ ഫേസിന് ഒരു ലിഫ്റ്റഡ് ലുക്ക് തരാനായിട്ടും നമ്മളുടെ ഫേസിനെ കുറച്ചും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി കാണാൻ പറ്റും നിങ്ങളുടെ അണ്ടർ ഐസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ അപ്പ് ആയിട്ട് ടയേർഡ് ലുക്കൊക്കെ മാറി നല്ലൊരു ഫ്രഷ് ലുക്ക് നമ്മൾക്ക് കിട്ടും. നെക്സ്റ്റ് ഐബ്രോയിനായിട്ട് ഞാനൊരു സ്പൂലി വെച്ച് അതൊന്ന് ഐബ്രോസിനെ ഒന്ന് ഡൗൺവേർഡ്സ് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിന്റെ ഐബ്രോ പാലറ്റ് ആണ്. ഇതിലെ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഗ്യാപ്സ് ഒക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ നാച്ചുറൽ ഐബ്രോ ഷേപ്പിനനുസരിച്ച് വേണം നിങ്ങളിത് ഫില്ല് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് എ സ്പൂലി ടു ബ്ലെൻഡ് എവറിത്തിങ് ഈവൻലി. ഈ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഐബ്രോസ് നല്ല വെൽ ഡിഫൈൻഡ് ആയി തോന്നും. ആൻഡ് ഓൾസോ നമ്മളുടെ ഐസ് കുറച്ചും കൂടെ ലിഫ്റ്റഡ് ആവും. നെക്സ്റ്റ് ഐ ഷാഡോ ആണ്. ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് കൺസീലർ യൂസ് ചെയ്ത് ബേസ് ക്രിയേറ്റ് ചെയ്യാണ്. ദിസ് ഹെൽപ്സ് ടു ഈവൻ ഔട്ട് ദി ഐലിഡ് കളർ ആൻഡ് മേക്സ് ദി ഐ ഷാഡോ പോപ്പ് മോർ ബ്യൂട്ടിഫുള്ളി. കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് വെച്ച് അതൊന്ന് വളരെ ജെന്റിലായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഹാർഷ് ലൈൻസ് ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് മാറ്റ് ഫിനിഷ് ആയി നമുക്ക് കിട്ടും. ഐഷാഡോ പാലറ്റിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിന്റെ ഐഷാഡോ പാലറ്റ് ആണ്. ഇത് അവരുടെ പിങ്ക് വേരിയന്റ് ആണ്. ഇതിന്ന് ലൈറ്റ് പിങ്ക് ഐഷാഡോ എടുത്ത് ഞാൻ എൻ്റെ ക്രീസസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ട്രാൻസിഷൻ ഷെയ്ഡ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്മൂത്ത് ബേസും ഇത് നമുക്ക് തരും. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല ഡെപ്ത് കിട്ടാനും പിന്നെ ഐഷാഡോ നാച്ചുറലി ബ്ലെൻഡ് ആവും. ഐ എം യൂസിങ് എ ഫ്ലഫി ബ്ലെൻഡിങ് ബ്രഷ് നല്ല സർക്കുലർ മോഷനിൽ വേണം മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഹാർഷ് ലൈൻസ് ഒക്കെ വരും. അപ്പൊ ഹാർഷ് ലൈൻ ഒന്നും ഇല്ലാതെ നല്ല ജെന്റിൽ ആയിട്ട് വേണം നമ്മളിത് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ആൻഡ് ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് നമുക്കൊരു സോഫ്റ്റ് ഗ്ലാം ആൻഡ് ഫ്രഷ് ലുക്ക് കിട്ടാനായിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഫോർ ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്സ്. കുറച്ച് ടൈം എടുത്ത് വേണം നമ്മൾ ഐഷാഡോ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഡാർക്ക് ബ്രൗൺ ഐഷാഡോ ആണ്. ഇത് നമ്മളുടെ ഐസിനെ കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്യും. നമ്മൾ ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ കിട്ടും. ടേക്ക് യുവർ ടൈം ഇൻ ബ്ലെൻഡിങ് ബിക്കോസ് ഐ മേക്കപ്പ് ലുക്സ് ഓൾവേസ് ബെസ്റ്റ് വെൻ ഇറ്റ്സ് സോഫ്റ്റ് ആൻഡ് സീംലെസ്. നമുക്കിവിടെ ആ ഒരു ട്രാൻസിഷൻ കിട്ടി. നെക്സ്റ്റ് ഐ എം ടേക്കിംഗ് എ ഡാർക്ക് പിങ്ക് ഐ ഷാഡോ. അത് ഞാൻ എൻ്റെ അപ്പർ ലാഷ് ലൈനിൽ ഫിംഗർ വെച്ച് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ദിസ് ആഡ്സ് എ നൈസ് പോപ്പ് ഓഫ് കളർ ആൻഡ് ഗിവ്സ് ദാറ്റ് സോഫ്റ്റ് ആൻഡ് ഗ്രേഡിയൻ ലുക്ക്. ഷെയ്ഡ് ഒരു ഫെസ്റ്റീവ് ടച്ച് കൊടുക്കും. ഐസ് നല്ല വൈബ്രന്റ് ആയി തോന്നും. പിന്നെ ഞാനൊരു ബ്രഷ് എടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈഡിന്റെ ലിക്വിഡ് ഐ ഷാഡോ ആണ്. This gives a beautiful shimmer finish and instantly brightens up the eyes. ഞാനിത് ഐലിഡിൽ മിഡിൽ പാർട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഐസിന് ഒരു സ്പാർക്കിൾ ലുക്ക് കൊടുക്കും. പിന്നെ ഞാനൊരു ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് എൻ്റെ ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ അപ്പർ ആൻഡ് ലോവർ ഐ ഷാഡോ പെർഫെക്റ്റ് ആയി കണക്റ്റ് ആവും. ഐസ് നല്ല ബിഗർ ആയി തോന്നും. Next I am using the Rene Kajal and applying it on my upper waterline to define my eyes.
ഇത് ഇൻസ്റ്റന്റ്ലി നമ്മളുടെ ലാഷസിനെ കുറച്ചും കൂടെ തിക്കർ ആക്കാനും ഐസിനെ കുറച്ചും കൂടെ ഇന്റൻസ് ആക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല ഷാർപ്പ് ലുക്കും തരും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മി ലിക്വിഡ് ഐലൈനർ ആണ്. ഇത് വെച്ച് ഞാനൊരു സോഫ്റ്റ് വിങ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ടു ലിഫ്റ്റ് ആൻഡ് ഡിഫൈൻ മൈ ഐസ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഐലാഷ് കേർലർ ആണ് എൻ്റെ ലാഷസിനെ കുറച്ചും കൂടെ ഒന്ന് നല്ല ലിഫ്റ്റ് അപ്പ് ചെയ്യാനായിട്ട്. ദിസ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ഇറ്റ് ഇൻസ്റ്റന്റ്ലി ഓപ്പൺസ് അപ്പ് ദി ഐസ് ആൻഡ് മേക്സ് ദി ഐസ് ലുക്ക് മോർ ബിഗർ. Now I am using the L'Oreal Voluminous Mascara. This is one of my absolute favorite because it gives amazing volume and length to my lashes. ഈ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലാഷസ് തിക്കും ലിഫ്റ്റഡുമായി തോന്നും. I start from the roots and slowly wrinkle the wand upwards. ഇത് ചെയ്യുമ്പോൾ മസ്കാര evenly coat ആയി ലാഷസ് ഒട്ടും ക്ലംപി ആകില്ല. Next I am using the Maybelline liquid blush in the shade Pink Mirage. This is such a beautiful soft pink color. It instantly adds that flush of color to your face. ഞാനിത് ചീക്സിൽ സ്മോൾ ഡോട്ട്സ് ആയി അപ്ലൈ ചെയ്ത് ബ്രഷ് വെച്ചാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ബ്ലെൻഡ് സോ ഈസിലി ആൻഡ് ഗിവ്സ് ദാറ്റ് നാച്ചുറൽ ഫ്ലഷ് ഓഫ് കളർ. ഓവറായി അപ്ലൈ ചെയ്യരുത്. ഒരു ചെറിയ എമൗണ്ട് മാത്രം യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഹെൽത്തി ഗ്ലോ തോന്നും. And this shade suits almost all skin tones and looks perfect for festive and everyday makeup. Next I am using the K Beauty liquid highlighter. This is one of my favorite part because it adds that soft glow to my skin. ഇതെൻ്റെ ഫിംഗർ വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിതെൻ്റെ ഹൈ പോയിന്റ്സ് ലൈക്ക് ചീക്ക് ബോൺ, നോസ് ബ്രിഡ്ജ് ഏരിയ, ഐബ്രോ ബോൺസിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഗിവ്സ് സച്ച് എ ഡ്യൂയി ഫിനിഷ് വിതൗട്ട് ലുക്കിംഗ് ടു ഷൈനി. ഇതിൽ ചങ്കി പാർട്ടിക്കിൾസ് ഒന്നുമില്ല. മേക്കപ്പ് ലുക്കിന് ഒരു പെർഫെക്റ്റ് ഫിനിഷിംഗ് ടച്ച് കൊടുക്കും. And I'm also applying a bit of highlighter on the inner corners of my eyes. This step instantly brightens the eyes and makes them look more awake and fresh. Now I'm using a compact powder from L'Oreal. This step helps to set all the makeup in place and gives that smooth and flawless finish. ആൻഡ് മെയിൻലി ടീ സോൺ ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫേസിലെ ഓയിലിനെ ഷൈനിനെ ഒക്കെ ഇത് നന്നായിട്ട് കൺട്രോൾ ചെയ്യും. പിന്നെ ഈ ഒരു കോമ്പാക്ട് പൗഡറിൽ നല്ല കവറേജ് ഉണ്ട്. നിങ്ങളുടെ ഫൗണ്ടേഷൻ, കൺസീലർ ഒക്കെ നന്നായി സെറ്റ് ആവാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾക്കൊരു സോഫ്റ്റ് മാറ്റ് ലുക്കാണ് തരുന്നത്. ആൻഡ് അറ്റ് ദി സെയിം ടൈം നമ്മളുടെ സ്കിന്നിനെ ഇതൊട്ടും ഡ്രൈ ആക്കില്ല. Now moving on to lips, I am first using the Swiss Beauty lip liner in the shade Maroon. ഞാൻ ആദ്യം ലിപ്പ് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു ഡിഫൈൻ ആൻഡ് നീറ്റ് ലുക്ക് കിട്ടാനായിട്ട്. This helps to outline the lips perfectly and makes the lipstick stay in place for longer. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ലവ് എർത്തിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് വെച്ച് ഞാൻ എൻ്റെ ഇന്നർ ലിപ്പൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. So that's it for the video. This is my easy festive glam makeup look. It's simple, glowy and super elegant. All the products I used are lightweight and beginner friendly. If you found this video helpful, please do like, share and subscribe to my channel for more such videos. See you in the next one. Bye. Take care.